Yo, hi guys, I'm Solih and welcome back to my channel, Malayali Master. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ, അതായത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാൻ. അപ്പം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും മിക്ക ആളുകളുടെ കയ്യിലും ഇപ്പോൾ സിസ്റ്റം ഉണ്ട്. അപ്പം എല്ലാവർക്കും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരിക്കണം. ആ ഒരു റിക്വസ്റ്റ് പ്രകാരം ഞാനിപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ തുടങ്ങാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റം ഈ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഫോട്ടോഷോപ്പ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് CC 2019 വേർഷനാണ്. 2020 വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തന്നെ കംഫർട്ടായിട്ട് തോന്നിയത്. അപ്പം ഇനി 20ലേക്ക് മാറണമെങ്കിൽ മാറാം, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പം അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിന് 64 ബിറ്റ് ആയിരിക്കണം. വിൻഡോസ് 10 തന്നെ വേണമെന്നില്ല, വിൻഡോസ് 64 ബിറ്റ് ആയിരിക്കണം നിങ്ങളുടെ സിസ്റ്റം. അപ്പം അത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതേപോലെ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഫുള്ള് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തൽക്കാലം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അത് മാത്രം മതി. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ് എങ്ങനെ ബേസിക് നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ തുടങ്ങുന്നത്. തൽക്കാലം നിങ്ങളെല്ലാവരും ഈ ഒരു ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റെഡിയാക്കി വെക്കുക അടുത്ത എപ്പിസോഡ് വരുമ്പോഴേക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫോട്ടോഷോപ്പ് നമ്മുടെ സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ദിസ് PC ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ദിസ് PC എന്നുള്ള ഒരു ബാർ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പിൽ ആ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് താഴെ സിസ്റ്റം ഇൻഫോർമേഷൻ അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നമുക്ക് നമ്മുടെ CPUവിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മുടെ RAM എത്ര ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോസ് ഏതാണ്, വേർഷൻ ഏതാണെന്നൊക്കെ നമുക്കിവിടെ അറിയാൻ കഴിയുന്നത്. വിൻഡോസ് 10 Pro. ഇനി ഇതില്ലാതെ കുറച്ചുകൂടി ഓൾഡർ ആയിട്ടുള്ള വിൻഡോസ് 7 ആണെങ്കിൽ നമുക്ക് സെർച്ചിൽ പോയിട്ട് സിസ്റ്റം ഇൻഫോർമേഷൻ സെർച്ച് ചെയ്താൽ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുണ്ടാവും ഫുള്ള് ഡീറ്റെയിൽസ്. അതിപ്പം 7, 8, 8.1, 10 എല്ലാത്തിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ CPUവിൻ്റെ ഡീറ്റെയിൽസ് Intel Core 2 Duo, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് RAM 4GB RAM കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ CPUവിൻ്റെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ 64 ബിറ്റ് ആർക്കിടെക്ചറാണ്. അപ്പോൾ പ്രീമിയർ പ്രോ വർക്ക് ചെയ്യാൻ 64 വേണം, അതായത് CC 2000 ഈ വേർഷന്. അപ്പം അതൊക്കെ ഓക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ വിൻഡോസ് വേർഷൻ ഒക്കെ ഏതാണെന്ന് നമുക്ക് ഇതിൽ അറിയാൻ കഴിയും. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഗൈസ്, നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ളൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് നേരെ എൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് റീഡയറക്റ്റ് ആവും. അപ്പോൾ അതേ ഗൂഗിൾ ഡ്രൈവിൽ നേരെ കയറി നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഫോട്ടോഷോപ്പ്. നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് റീഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ആവും. ഏകദേശം 1.7 GB ആണ് ഇതിൻ്റെ ഫയൽ. അപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫോട്ടോഷോപ്പ് CC 2019 വേർഷനാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഫുള്ളാക്കുന്നില്ല, തൽക്കാലം ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത ഫയൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട്, അതായത് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ വിൻഡോസ് ഡിഫൻഡർ ഒന്ന് ഓഫ് ചെയ്തിടണം. അപ്പം അപ്ഡേറ്റ്സ് ആൻഡ് സെക്യൂരിറ്റിയിൽ നമ്മുടെ വിൻഡോസ് സെക്യൂരിറ്റി പോയിട്ട് ഈ കാണുന്ന പോലെ ചെയ്യണം. അതായത് ഫസ്റ്റിൽ താഴെ പോയാൽ നമുക്ക് മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ കയറിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ 3 ബട്ടൺസും നമ്മൾ ഓഫ് ചെയ്തിടണം. ഓക്കെ, ആ ബട്ടൺസ് ഓഫ് ചെയ്തിട്ട് തൽക്കാലം മിനിമൈസ് ചെയ്യാം. അപ്പോൾ ഓക്കെ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രാക്ക് വർക്ക് ചെയ്യൂല. ക്രാക്ക് ഒരു വൈറസിൻ്റെ ഫയലായിട്ടാണ് ഇൻ്റർനെറ്റ് അതേപോലെ തന്നെ ഡിഫൻഡറൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. ഇനി ആ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് നേരെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോയാൽ നമുക്ക് കാണാം. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതായത് റൈറ്റ് ക്ലിക്ക് അടിക്കുക, WinRAR സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ അൺസിപ്പ് ചെയ്യുക. പാസ്വേഡ് 1234 ആണ് ഇതിൻ്റെ പാസ്വേഡ്. അപ്പം നിങ്ങളത് ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ അത് എക്സ്ട്രാക്റ്റ് ആവും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ഏറ്റവും അടിയിലുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ സിസ്റ്റത്തിൽ ഇങ്ങനെ കാണിക്കുന്നത്.
നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഞാൻ നോർമലി ഇൻ്റർനാഷണലാണ് സെലക്ട് ചെയ്യാറ്, ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ. അങ്ങോട്ട് ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം, പക്ഷേ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കാണിക്കുന്നില്ല. നമുക്ക് നേരെ ഇൻസ്റ്റാൾ അടിച്ചാൽ അത് 100% ആയിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോഷോപ്പ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ക്വിറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഐക്കൺ വരില്ല. അപ്പോൾ നമ്മൾ നേരെ സെർച്ച് ചെയ്തിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്കോ അതോ ടാസ്ക് ബാറിലേക്കോ പിൻ ചെയ്ത് വെക്കാം. നമ്മൾ ഫോട്ടോഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അതൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രാക്ക് വർക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ലോഡാവുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഒരുപാട് ഫയൽസ് ഇതിൻ്റെ അത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പുതിയൊരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻവാസ്, ഒരുപാട് ഫ്രെയിമുള്ള ക്യാൻവാസ് ഇവിടെ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർക്ക് ഫ്ലോക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ ഓക്കെയാണ് ഗൈസ്. നമ്മുടെ ക്രാക്ക് ഇതുപോലെയാണ് വർക്കിംഗ്. ഇത് ഞാൻ ഇപ്പോൾ ക്രാക്ക് ചെയ്തൊരു വേർഷനാണ്. ഇപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് നല്ല നല്ല കണ്ടൻസ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നുണ്ട്. അപ്പം ആ കണ്ടൻസ് ഒക്കെ കിട്ടാൻ ഇതിപ്പോൾ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടെക്നോളജി, എൻ്റർടൈൻമെൻറ്റ്, അതേപോലെ തന്നെ ഒരുപാട് കാറ്റഗറിയുള്ള വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്നുണ്ട്. അപ്പം ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ആക്കി സെറ്റ് ചെയ്യാം. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇതിലും നല്ല വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതിലേക്കും ദിസ് ഈസ് സോറി സൈനിങ് ഓഫ്.